ഇങ്ങനൊന്നും പറയരുത്. എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല. ഞാൻ ആണയിടാം. എന്റെ ദാസേട്ടാ, നിങ്ങൾ ഇങ്ങനെ പച്ച പരമാർത്ഥിയായി പോയല്ലോ. കല്യാണം മുടങ്ങിയിട്ടും അവൾ ഒരു കൂസലും ഇല്ലാതെ നടക്കുന്നത് കാണുമ്പോ അറിയില്ലേ ഇത് മുടങ്ങിയതിൽ അവൾക്ക് ഒട്ടും സങ്കടമില്ലാന്ന്. അവള് പഠിച്ച കള്ളിയാ. നിങ്ങക്ക് അറിഞ്ഞൂടെ അവളെ? തെറ്റ്. എനിക്ക് എന്റെ മോളെ നന്നായിട്ട് അറിയുള്ളൂ. അവൾ ഇങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ അവൾ ഇവിടെ കൊണ്ടുവരാം. ഈ കല്യാണം മുടങ്ങിയതിൽ അവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ ഇവിടെ മാഡത്തിന് മുമ്പിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ അവളെ. എടി, വാ ഇങ്ങോട്ട്. എന്താ അച്ഛാ? എങ്ങോട്ടാ? വരാൻ പറഞ്ഞാ വന്നാ മതി. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. വാ ഇങ്ങോട്ട്. കൈ വേദനിക്കുന്നു. എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. കല്യാണ ചെറുക്കനോട് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും? അച്ഛൻ എന്തൊക്കെയാ ചോദിക്കണേ? കല്യാണ ചെക്കനോട് ഞാൻ എന്ത് പറയാനാ? ചോദിച്ചതിന് മറുപടി പറയാ. നീ രാജീവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? എന്തു പറയാ? ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ. പറഞ്ഞു കാണും. സത്യം പറ. നീ രാജീവിനോട് എന്തോ പറഞ്ഞിട്ടാണ് രാജീവ് നിന്നെ താലി കെട്ടാതെ ഓടിപ്പോയതെന്നാ വിലാസിനി മേഡം പറയുന്നു. അച്ഛാ, എന്തൊക്കെയാ ചെയ്ത്? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ? ആ മതി മതി. നീ എന്റെ മുഖത്ത് നോക്കി പറ. രാജീവ് നിന്നെ ഫോൺ ചെയ്യുമ്പോഴെല്ലാം നീ ഫോൺ എടുക്കാതെ കട്ട് ചെയ്ത് കളയായിരുന്നല്ലോ. എന്താ ശരിയല്ലേ? അത് ഞാൻ അത് ഞാൻ മാങ്ങാ തൊലി. കണ്ടില്ലേ ചേച്ചി, ഇവള് കിടന്ന് ഉരുളുന്നത്? ഇവള് കള്ളിയാ, ഒന്നാം തരം കള്ളി. സത്യം പറയടി. നീ രാജീവിനോട് എന്താ പറഞ്ഞ? സത്യം പറയാൻ. പറയാനല്ലേ പറഞ്ഞു? എനിക്കൊന്നും അറിയില്ല. പറയാനാ പറഞ്ഞ? എന്ത് പറഞ്ഞ കല്യാണം മുടക്കുന്ന? എനിക്ക് അറിയില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്താ കാണിക്കുന്നേ? എന്തിനാ ഇവളെങ്ങനെ തല്ലുന്നേ? നിർത്താൻ എന്താ കാണിക്കുന്നേ? അരവിന്ദേ, ഇവളുടെ കല്യാണം മുടങ്ങാൻ കാരണക്കാരി ഇവള് തന്നെയാ. ഇവൾ എന്തൊക്കെയോ പറഞ്ഞിട്ടാ രാജീവ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വല്യോഞ്ഞെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അറിയില്ല ഒന്നും. സത്യം പറഞ്ഞോ? ഏട്ടാ ഒന്ന് എന്തായി കാണിക്കുന്നത്? വേണ്ട ദാസേട്ടാ. അമ്മ പറഞ്ഞാലേ ദാസേട്ടൻ കേക്കൂ. കല്യാണി അടിക്കില്ലെന്ന് പറ. ഒന്ന് പറ. എന്തായി കാണിക്കുന്നത്? വേണ്ട ദാസേട്ടാ. അമ്മ പറഞ്ഞാലേ ദാസേട്ടൻ കേക്കൂ. കല്യാണി അടിക്കില്ലെന്ന് പറ.
പറയടി. ആനന്ദേ, നീ കാര്യം അറിയാതെ ഇതിൽ ഇടപെടാൻ നിക്കണ്ട. ലക്ഷങ്ങളാ ചേച്ചി ഈ കല്യാണത്തിന് വേണ്ടി ചെലവഴിച്ചത് അറിയോ നിനക്ക്? എന്നിട്ട് ഇവള് ചേച്ചിയുടെ മാനം കളഞ്ഞില്ലേ? ചേച്ചിക്ക് ഇനി ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റോ? അതാ ചേച്ചി മിണ്ടാതിരിക്കുന്നെ. ആ മനസ്സ് വേദനിക്കുന്നത് എനിക്കറിയാം. ഓ, അപ്പൊ അങ്ങനെയാണ് സംഭവം. ഇളയമ്മയുടെയാണ് സ്ക്രിപ്റ്റ്. കുഴപ്പമില്ല, ശരിയാക്കാം. സത്യം പറയാൻ പറയാനാ പറഞ്ഞു. പറയടി. പറയാൻ. അച്ഛാ, എന്താ നീ പറഞ്ഞേ? അച്ഛൻ ഞാൻ ചെയ്തിട്ടില്ല. പറയടി. നീ പറഞ്ഞില്ലടി. പറഞ്ഞില്ലടി നീ. അച്ഛൻ മതി. ഇളയമ്മ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഒന്ന് വരും. എന്നെ കൊണ്ട് ഞാൻ പറയും. എന്താ അത്യാവശ്യം? കാര്യം പറ. പറയാം. സത്യം പറയാൻ. ഇളയമ്മ ഒന്നിവിടെ വന്നേ. വാ, ഒരു മിനിറ്റ്. പറയടി. 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 എന്ത് പറഞ്ഞ നീ കല്യാണം മുടക്കിയേ? പറയാൻ. ഇത് എവിടേക്ക് എന്നെ വലിച്ചോണ്ട് പോകുന്നേ? അരവിന്ദേ, അവിടെ എത്ര സീരിയസ് പ്രശ്നം നടക്കുന്നെന്നറിയോ? അതിനിടയ്ക്ക് എവിടേക്കാ നീ എന്നെ വിളിച്ചോണ്ട് പോകുന്നേ? എന്താ കാര്യം? കാര്യമുണ്ട്. കാര്യമേ ഉള്ളൂ. അതിനാ ഇളയമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. അല്ല ഇളയമ്മ, ഈ രാജീവിനെ മണ്ഡപത്തിൽ നിന്ന് കാണാതായതിന് കാരണക്കാരി കല്യാണിയാണെന്ന് ഇളയമ്മയ്ക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. പിന്നല്ലാതെ അവൾ ഒരു ഒറ്റ ഒരുത്തിയല്ലേ കാരണക്കാരി. ആദ്യം മുതലേ ഈ കല്യാണം വേണ്ടെന്നല്ലേ അവള് പറഞ്ഞോണ്ടിരുന്നേ. ആ പല്ലവി കേട്ട് മടുത്തപ്പോ അവനങ്ങ് ഒളിച്ചോടി പോയി. അത്രേ ഉള്ളൂ. ഓ, ഒരേ പല്ലവി ആവർത്തിക്കുന്നതിന്റെ കാര്യമൊന്നും ഇളയമ്മ പറയണ്ട. വെറും ഒരു അടുക്കളക്കാരിയായ കല്യാണിക്ക് എന്തിനാ ഗ്രാൻഡ് ആയിട്ട് കല്യാണം നടത്തുന്നത്? അതിന്റെ വല്ല കാര്യമുണ്ടോന്നൊക്കെ ഇളയമ്മയും പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞു നടന്നിട്ടുള്ളതാ. ഓഹോ, അതാണോ മനസ്സിലിരിപ്പ്? അപ്പൊ കല്യാണ മണ്ഡപത്തിൽ നിന്ന് രാജീവ് ഒളിച്ചോടി പോവാൻ കാരണക്കാരി ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഓ, ഭയങ്കര കണ്ടുപിടുത്തായി പോയി. കണ്ടുപിടിച്ച ഞാനല്ല ഇളയമ്മേ, വേറെ ചില സൂത്രക്കാരാ. അവരത് കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, നല്ലൊരു തെളിവായിട്ട് സൂക്ഷിക്കുകയും ചെയ്തു. ദേ, ഈ മൊബൈൽ കാണുമ്പോ ഇളയമ്മയ്ക്ക് എന്നെ മനസ്സിലാവും. ദേ, ദാ, ദാ, നന്നായിട്ട് കണ്ണു തുറന്ന് കണ്ടാട്ടെ. നിന്റെ കല്യാണ കാര്യത്തില് ആദ്യം മുതലേ അഖിലാണ്ടേശ്വരി എന്നെ അപമാനിച്ചോണ്ടിരിക്കുക. അങ്ങനെയുള്ള ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൊള്ളാല്ലേ? മുമ്പ് എന്തോ പറഞ്ഞല്ലോ നിന്റെ അഖിലാണ്ടേശ്വരി മാഡം. എന്തായിരുന്നു അത്? ആ, നിന്റെ കല്യാണം അഖിലാണ്ടേശ്വരിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന്. എന്നാലേ ഇന്നിത് മുടക്കി നിന്റെ അഖില മേഡത്തെ ഞാൻ മാനം കെടുത്തും. വാക്കിന് വിലയില്ലാത്തവളെന്ന് ഞാൻ ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് എന്റെ തീരുമാനം. ഏയ്, അത് വേണ്ട. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ? അല്ല, ഇത് അത് തന്നെ ഇളയമ്മേ. കല്യാണിയെ ഭീഷണിപ്പെടുത്തുമ്പോഴേ കഷ്ടകാലത്തിന് അവിടെ ഒരു മൊബൈൽ ഓൺ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇളയമ്മയ്ക്ക് ഭാഗ്യമുണ്ട്. അതാ ആ മൊബൈൽ ജോലിക്കാരെടുത്ത് എന്നെ തന്നെ ഏൽപ്പിച്ചത്. ഇളയമ്മയുടെ ഒരു ഭാഗ്യേ. അല്ല, ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിലോ? അതോടെ തീർന്നില്ലേ ഇളയമ്മയുടെ ഇവിടുത്തെ സർവാധിപത്യം? അവള് തന്നെ ആയിരിക്കും. സത്യം പറയട്ടെ, ഈ വീഡിയോ കാണുന്ന ആരായാലും രാജീവിനെ കല്യാണ മണ്ഡപത്തിൽ നിന്നും കാണാതായതിന് പിന്നിൽ ഇളയമ്മയാണോ എന്നൊന്ന് സംശയിക്കും. ഇപ്പൊ ഞാനിത് ഇളയമ്മയോട് നേരിട്ട് പറഞ്ഞിട്ടെ ഞാൻ തന്നെ അമ്മയെ ഈ വീഡിയോ കാണിച്ചാൽ എന്താന്ന് ആലോചിക്കുക. അയ്യോ അയ്യോ അയ്യോ, അരവിന്ദ് വേണ്ട അരവിന്ദ്. അന്ന് കല്യാണിയോടുള്ള ദേഷ്യം വെച്ച് ഞാൻ എന്തോ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോയതാ. ദേ, നിന്നാണ് സത്യം. രാജീവിനെ കാണാതായത് ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് എന്റെ പുന്നാര മോൻ ഈ ഇളയമ്മ പറയുന്നൊന്ന് കേക്ക്. നീ ഈ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യടാ. നിനക്ക് എന്തിനാ ഇതൊക്കെ? കൊള്ളാം. ഇളയമ്മ ഇപ്പൊ ഇവിടെ ഈ പഞ്ചപുച്ച അടക്കി പിടിച്ച് നിൽക്കുന്നതിന്റെ കാരണം എന്റെ കയ്യിലിരിക്കുന്ന ഈ വീഡിയോ.
അപ്പൊ ഞാനിത് അത്ര പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് എന്റെ പൊന്നാരളയമ്മയ്ക്ക്. ഷോ അങ്ങനൊന്നും പറയല്ലേടാ. ദേ നന്ദനയുടെ വിഷയത്തിൽ നിന്നെ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ളല്ലേ. അത് ഓർത്തെങ്കിലും ഈ ഇളയമ്മയോട് ഒറ്റ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കടാ മോനെ, ക്ഷമിക്ക്. ദേ മോനെ, ദേ ഇപ്പൊ ഇവിടെ വെച്ച് ഈ ഇളയമ്മ ഒരു ഉഗ്രൻ ശപഥം ചെയ്യുക. ദേ ഇനി ആ കല്യാണിയുടെ വിഷയത്തിൽ ഞാൻ തലയിടാനേ വരില്ല, പോരെ? പ്ലീസ് അരവിന്ദേ, ഒന്ന് ഡിലീറ്റ് ചെയ്യടാ പ്ലീസ്. വലിയ പ്ലീസിക്കലൊന്നും വേണ്ട. അതെ, ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇളയമ്മയുടെ സ്വഭാവം മാറില്ലെന്ന് എനിക്കങ്ങനെ അറിയാം. അയ്യോ അരവിന്ദേ, ഈ ഇളയമൊന്നും വിശ്വസിക്ക്. ഇനി ഞാൻ ആ കല്യാണിയുടെ കാര്യത്തിൽ ഇടപെടേ ഇല്ല, ഉറപ്പ്, സത്യം. പ്ലീസ് അരവിന്ദേ, പ്ലീസ് പ്ലീസ്ഡാ. ഈ ഇളയമയ്ക്കൊരു തെറ്റ് പറ്റിപ്പോയതല്ലേ മോനെ. നീ എന്റെ സ്വന്തം ചോരപ്പിറപ്പല്ലേ, ഒന്ന് ക്ഷമിക്ക്. ദേ, ഇളയമ്മ വെറുതെ കരയിപ്പിക്കല്ലേ. അയ്യോ. ആ ശരി ശരി, ഇത്രയും കെഞ്ചി ചോദിച്ചോണ്ടും നന്ദനയുടെ വിഷയത്തിൽ എന്നോടൊപ്പം നിന്നോണ്ടും ഞാനിപ്പോ ഇതങ്ങ് ക്ഷമിക്കുക. വീഡിയോ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാം. ദേ പോരെ. ദേ ഇനിയെങ്കിലും അകത്തെ ഇളയമ്മയായിട്ടുണ്ടാക്കിയ ഭൂകമ്പം ഇളയമ്മയായിട്ട് തന്നെ അവസാനിപ്പിക്കണം. രാജീവിനെ കാണാതായ സംഭവം കല്യാണി തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അവിടെ വന്ന എല്ലാവരുടെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയണം. എന്താ പറ്റോ? ആ പിന്നെ പറ്റാതെ. നീ വാടാ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഉപകാരം ചെയ്ത ഒരിക്കലും മറക്കാത്തവളാ ഈ വിലാസിനി. നീ എന്റെ മുത്തല്ലേ, മുത്ത്. വാ വാ. ചേച്ചി, ചേച്ചി, ഈ കല്യാണത്തിന്റെ കാര്യം വലിയ വിചിത്ര ചേച്ചി. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എന്ത് ചെയ്യാനാ, കല്യാണിക്ക് ഈ ബന്ധത്തിന് യോഗമില്ലെന്നേ ഞാൻ പറയൂ. ആ അതുപോലെ തന്നെ ആ രാജീവിനും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാനുള്ള കാര്യം തെളിച്ചു പറഞ്ഞാ മതി. അത് ചേച്ചി, അവനൊരു യോഗമില്ലാത്ത പയ്യനാ. അതാ തന്തയും തള്ളയും നേരത്തെ അങ്ങ് പോയത്. ആ പിന്നെ ആ രാജീവ് ഉണ്ടല്ലോ, അന്നാ ഡെമോ കല്യാണത്തിന് പോലും കല്യാണിയുടെ കഴുത്തില് താലി കെട്ടാൻ പറ്റിയില്ലെന്നേ. പിന്നല്ലേ ഒറിജിനൽ കല്യാണം. അരവിന്ദേ, നീ പഠിച്ച സ്കൂളിൽ ഞാൻ ഹെഡ് മാസ്റ്ററാ. അങ്ങനെയുള്ള എന്നോടാ നിന്റെ വേലയിറക്കും. നിനക്കതിനുള്ള പ്രായമാവുമ്പോ ഈ ഇളയമ്മ പറയാം, കേട്ടാ? വിലാസിനി, ആ നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യ ചേച്ചി, നടന്ന കാര്യം. ആനന്ദേ, ആ ഡെമോ കല്യാണം ഷൂട്ട് ചെയ്ത് ആ പ്രോജക്റ്റ് ഓക്കെ ആയതല്ലേ? ഓക്കെ ആയതാണമ്മേ. അപ്പൊ പിന്നെ കല്യാണിയുടെ കഴുത്തിൽ ആ രാജീവ് താലി കെട്ടിയില്ലെന്ന് വിലാസിനി പറഞ്ഞതോ? പിന്നെ എങ്ങനെയാ ആ ഡെമോ കല്യാണം ഷൂട്ട് ചെയ്തത്? കല്യാണിയുടെ കഴുത്തിൽ രാജീവ് താലി കെട്ടിയില്ലെങ്കിൽ പിന്നെ ആരാ താലി കെട്ടിയത്? രാജീവ് തന്നെ അമ്മ. രാജീവ് അല്ലാതെ ആരാ പിന്നെ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്? ഇത് നല്ല കഥ. കഥയല്ല, കാര്യം. ചേച്ചി, ഈ അരവിന്ദ് പറയുന്നത് നുണയാ. അന്ന് കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയത് രാജീവ് അല്ല, ഉറപ്പാ എനിക്കത്. അതെങ്ങനെ ഇളയമ്മയ്ക്ക് ഇത്ര ഉറപ്പ്? ഇളയമ്മ ഷൂട്ടിങ്ങിന് വന്നിരുന്നോ? ഇല്ലല്ലോ. അതില്ല, ഞാൻ വന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പാ.
ഞാനത് ചിലര് പറഞ്ഞറിഞ്ഞു. എനിക്ക് വിശ്വാസമുള്ള ചിലര്. വിലാസിനെ, നിന്റെ ഊഹം കേട്ടറിവ് അതൊന്നും എന്നോട് വിളമ്പാൻ നിൽക്കരുത്. പറയുന്ന ഏത് കാര്യത്തിനും തെളിവ് വേണം. തെളിവുണ്ടോ നിന്റെ കയ്യില്? അതാദ്യം പറഞ്ഞാ മതി. ആ, തെളിവില്ലാതെ ഞാനൊരു കാര്യം പറയാറില്ലല്ലോ ചേച്ചി. ഇത്ര നാളായിട്ടും ചേച്ചിയെ ആ ഡെമോ കല്യാണത്തിന്റെ CD ഇവര് കാണിച്ചില്ലല്ലോ. ചോദിച്ചപ്പോ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞു കൊടുത്തയച്ചെന്നല്ലേ ഇവര് പറഞ്ഞേ. എന്നാ എന്റെ കയ്യിലുണ്ട് ആ CD. ഒരു കോപ്പി. എന്താ ചേച്ചിക്കത് കാണണോ? കാണണം. കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ. ആഹാ. പോയെടുത്തോണ്ട് പോയപ്പോ തന്നെ. ഞാൻ ഇപ്പൊ പ്ലേ ചെയ്യാം. അപ്പം മനസ്സിലാവും കല്യാണിയുടെ കഴുത്തില് താലി കെട്ടിയത് ആരാന്ന്. বিয়ে করলাম লাস্টিং করলো না আমি তিনটে আমি তিনটে বিয়ে করলাম লাস্টিং করলো না আমি তিনটে
ആസത്തെ മക്കളെ കെട്ടിച്ചു വിടാറായില്ലടി. അപ്പോഴവളുടെ ഒരു ഡപ്പാങ്കുത്ത്. ഛീ! ഇളയമ്മ ഞാൻ പഠിപ്പിസ്റ്റായിട്ട് പഠിച്ചവനല്ല, സപ്ലി എഴുതി ജയിച്ചവന്. എന്തൊക്കെയാടാ ഇത്? എന്താ ഈ സംഭവിച്ചത്? ബ്രോ, ഷൂട്ട് ചെയ്ത ക്യാമറാമാനോട് ഡെമോ കല്യാണത്തിൻ്റെ ഒരു CD ഇളയമ്മ ആവശ്യപ്പെട്ടെന്ന് അയാൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അയാളെ കൊണ്ട് തന്നെ ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത ഇളയമ്മയുടെ ഡാൻസ് CD-യിലും പെൻഡ്രൈവിലാക്കി ഇളയമ്മയ്ക്ക് കൊടുപ്പിച്ചു. എനിക്ക് അന്നേ അറിയായിരുന്നു അതെന്തെങ്കിലും എടുത്ത് ഇതുപോലെ ഇളയമ്മ ഉപയോഗിക്കുമെന്ന്. ഒരു സത്യം മറച്ചു പിടിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടി വരുന്നത്. ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാം. നോ 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 ബ്രോ, ഇപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് പ്ലീസ്. അങ്ങനെയല്ല, അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഇതാണ് ഏറ്റവും നല്ല സമയം. ഞാനെല്ലാം തുറന്നു പറയാൻ പോവാ. ബ്രോ, എന്താടി ഇനിയും എന്താ നിനക്ക് ന്യായം പറയാനുള്ളത്? ചേച്ചി, ഈ CD-യിൽ ആ ഡെമോ കല്യാണം ആയിരുന്നു. അന്ന് കല്യാണിയുടെ കഴുത്തില് ഞാൻ പറയാമേ.